ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആക്സലേഷൻ തന്നിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ വി ഈസ് ഈക്വൽ ടു എന്താ വി ആസ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ടി ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ആക്സലേഷൻ ദാറ്റ് ഇസ് ഡി വൈ ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 100 സൈൻ ഒമേഗ ടി. അവിടെ നമുക്ക് എന്താ ഡി വി കിട്ടും ദാറ്റ് ഈസ് 1000 സൈൻ ഒമേഗ ടി ഡി ടി. ഓക്കെ ഇനീഷ്യൽ വെലോസിറ്റി എന്ത് തന്നിട്ടുണ്ട്, പാർട്ടിക്കിൾ ഇസ് റെസ്റ്റ്. സോ ഫൈനൽ വെലോസിറ്റി അതാണ് കണ്ടെത്താൻ പറയുന്നത്. പിന്നെ 0 ടൈം ടി വരെ ബിക്കോസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ നമ്മൾ ടൈമും തന്നിട്ടില്ല, അപ്പോൾ ടി ഞാൻ അങ്ങനെ എഴുതാണ്. സോ നമുക്ക് പറയാൻ പറ്റും വി ഇസ് ഈക്വൽ ടു 1000 സൈൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ദാറ്റ് ഈസ് മൈനസ് കോസ്. സോ മൈനസ് കോസ് ഒമേഗ മൈനസ് കോസ് ഇങ്ങോട്ട് എഴുതട്ടെ, കോസ് ഒമേഗ ടി ഹോൾ ഡിവൈഡ് ബൈ ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ ഈ 1000 കട്ടായി പോവും. സോ നമുക്ക് ലാസ്റ്റ് കിട്ടാൻ മൈനസ് കോസ് ഒമേഗ ടി ആണ് നമുക്ക് കിട്ടാൻ. ഓക്കെ എവിടെ മുതൽ എവിടെ വരെ, 0 മുതൽ ടൈം ടി വരെ. അപ്പോൾ വി ഇസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി മൈനസ് ഈ മൈനസ് അങ്ങ് ഒഴിവാക്കാം എന്നിട്ടോ 1. അപ്പോൾ നമുക്ക് കിട്ടും വി ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് ഒമേഗ ടി. റൈറ്റ്. അപ്പോൾ നമ്മൾ കണക്കാന്ന് വെച്ചാൽ മാക്സിമം വെലോസിറ്റിയാണ് ചോദിക്കുന്നത്, മാക്സിമം വെലോസിറ്റി. അപ്പോൾ നമ്മൾ പറയും ഓക്കെ ശരി ഇത് 0 ആവും, അപ്പോൾ ഇതും 1 ആവും. ഓക്കെ മാക്സിമം വെലോസിറ്റി 1. പക്ഷേ തെറ്റി. ജെ അഡ്വാൻസിൽ ചോദിച്ചതെന്ന് വെച്ചാൽ മാക്സിമം വെലോസിറ്റി നമ്മൾ മാത്തമാറ്റിക്കലി ചിന്തിക്കണം. മാത്തമാറ്റിക്കലി ഇയാൾക്ക് -1 ആയിക്കോട്ടെ ഈ വാല്യൂ മാക്സിമം. ദാറ്റ് മീൻസ് ഇയാൾ -1 ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നാവാം. സോ മാക്സിമം വെലോസിറ്റി ദാറ്റ് ഈസ് 2 എന്നുള്ള കാര്യം മനസ്സിലാക്കി. സില്ലി മിസ്റ്റേക്ക് ആയിപ്പോവും. ഓക്കെ പിന്നെ എന്താണ് പാർട്ടിക്കിൾ ഓഫ് 10 മാസ് കിലോഗ്രാം. ഓക്കെ ഇനീഷ്യലി ചാർജ് റെസ്റ്റ് ആണ്. ടൈം പാർട്ടിക്കിൾ കംസ് അണ്ടർ ദി ഫ്ലോ എന്താ ഫോഴ്സ് ഓഫ്. അപ്പോൾ നമുക്ക് എന്താണ് ആക്സലറേഷൻ തന്നിട്ടുണ്ട്. അല്ല നമുക്ക് ആദ്യം ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ഫോഴ്സ് കിട്ടും. സോ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കൂടി കിട്ടും. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ തന്നിട്ടുണ്ട്. പിന്നെ കൺസിഡർ ഓൺലി എഫക്റ്റ് ഓഫ് ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ഇതാണ് മാസൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആക്സലറേഷൻ 10⁻³ സൈൻ ഒമേഗ ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ കൺസിഡർ ദ എഫക്റ്റ് ഓഫ് ഓൺലി ഇലക്ട്രിക് ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കൽ മാക്സിമം സ്പീഡ് കണ്ടെത്താൻ വരാം. അപ്പോൾ നേരത്തെ ചെയ്ത ഈ പറഞ്ഞ സാധനത്തിനെ മാക്സിമൈസ് ചെയ്യുന്ന പരിപാടി തന്നെ അതിൻ്റെ ഇവിടുന്ന് കിട്ടിയത് നമുക്ക് 2 എന്നുള്ള കാര്യം. സോ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇനി ചില എന്താ പ്രൊജക്ടൈൽ മോഷനിൽ നമുക്കൊരു കാര്യം താഴോട്ടേക്ക് എപ്പോഴും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണത്. പക്ഷേ ഇപ്രാവശ്യം ഒരു കേസ് ഉണ്ടാക്കുകയാണ്. അവർ പറയുന്നത് വെച്ചാൽ എന്താണ് താഴോട്ടേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന കാര്യം പറയും. പിന്നെ ഇത് എന്താണ് ക്യൂ ആണ്, താഴോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡാണ്. ശരി. സോ നമുക്കറിയാം താഴോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡാണ്. അവിടെയുള്ള ഫോഴ്സ് എത്ര ദാറ്റ് ഈസ് ക്യൂ ഇ ആണ്. സോ അവിടെയുള്ള ആക്സലേഷൻ എന്ന് വെച്ചാൽ ക്യൂ ഇ ഡിവൈഡ് ബൈ എം. ആരുടെ എം? ഈ പറഞ്ഞ പോയിന്റ് ചാർജിൻ്റെ മാസ്. ഓക്കെ ദാറ്റ് ഈസ് ആക്സലേഷൻ. അപ്പോൾ ഇവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ സാധനമാണ്. ഓക്കെ പിന്നെ എന്താണ് ഇവിടെ പറയും ഓക്കെ ഇവിടെ ഒരു ഷീറ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു ഷീറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ പറയില്ലേ റൈറ്റ് സൈഡിൽ ഹൊറിസോണ്ടലായിട്ട് ആക്സലേഷൻ അധികം ഉണ്ടാവില്ല പ്രൊജക്ടൈൽ മോഷൻ. പക്ഷേ ഹൊറിസോണ്ടലായിട്ട് അഥവാ വല്ല കാറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഒരു ആക്സലേഷൻ ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ ഈ ഒരു ആക്സലേഷൻ്റെ വാല്യൂ എത്ര? ദാറ്റ് ഈസ് സിഗ്മ ഡിവൈഡ് ബൈ 2ε0 ദാറ്റ് ഈസ് ദി ഫോഴ്സ് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്, ദിസ് ഇസ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലേഷൻ ആയില്ലേ. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ നമുക്ക് ഇക്വേഷൻ ഓഫ് ട്രജക്ടറിനെ പറ്റി അറിയാം. y = x tan θ - ½ gx² ഡിവൈഡ് ബൈ u² cos² θ. ഓക്കെ അപ്പോൾ അതിന് വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ഇതേ ഇക്വേഷൻ തന്നെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി വേറെ രീതിയിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? x tan θ ഫസ്റ്റത്തെ സംഭവം അങ്ങനെ തന്നെ 1 - x/r എന്നാണ്. ഈ r എന്ന റേഞ്ചാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ഇക്വേഷൻ ആ ഒരു ഫോർമാറ്റിൽ തരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. പക്ഷേ നമുക്ക് എല്ലാ ഇൻഫർമേഷൻ ഇനീഷ്യൽ യു ഒക്കെ വേണം. പിന്നെ അതേപോലെ ഇനീഷ്യൽ യു ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇതാണ് നമ്മൾ ബേസിക് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ആ റേഞ്ചിൻ്റെ കാര്യം നമുക്കറിയാം u² sin 2α ഡിവൈഡ് ബൈ g ആണല്ലോ. അത് വെച്ചിട്ട് ഇവിടെ എക്സ്പാൻഡ് ചെയ്താൽ ഈ ഇക്വേഷന് എത്തും. പക്ഷേ നമ്മളൊന്ന് ഒരു ഷോർട്ട് ഫോം എന്ന രീതിയിൽ y = x tan θ × 1 - x/r എന്നുള്ള ഇക്വേഷൻ ട്രജക്ടറിയും കൂടി ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ, ക്രിയേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. എങ്ങനെയാണ് നമ്മൾ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എഴുതും റൈറ്റ്. അതേപോലെ y ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എഴുതും. ആ ടൈമിന് ഇവിടെ ടൈം റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഇതൊക്കെ നമുക്ക് അറിയുന്നത്. ഇനി അടുത്ത് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്നുള്ളൊരു ഭാഗമാണ്. നമ്മൾ 1D 2D കഴിഞ്ഞു. ഇനി 1Dയുടെയും 2Dയുടെയും വണ്ടി എന്ന് പറഞ്ഞാൽ മോഷനും വണ്ടി കേട്ടോ. സോ ആ സംഭവത്തിൻ്റെ റിലേറ്റീവ് മോഷൻ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കുകയാണ്. സോ റിലേറ്റീവ് മോഷൻ എന്നുള്ള കാര്യം അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ വെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇതാണ് പൊസിഷൻ വെക്ടർ. അതേപോലെ ബി എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ അറിയാം. ഇനി നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എന്നല്ല പറയാം. ഒറിജിന് വരച്ച ആ ഒരു വെക്ടർ അതാണ് പൊസിഷൻ വെക്ടർ. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ നമ്മൾ എടുത്തു വരേണ്ട ആവശ്യമില്ല. ബിയിലാണെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞൂടെ ഓക്കെ പൊസിഷൻ വെക്ടർ ഓഫ് ബി എവിടുന്നാണ് വരുന്നത്? ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ പോയിന്റ്. സോ പൊസിഷൻ വെക്ടർ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ വെക്ടർ ഓഫ് ബി ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയാം അല്ലേ. അപ്പം അതാണ് ഈ വെക്ടർ.
അപ്പോൾ ഞാൻ അക്കോർഡിംഗ് ടു നമ്മുടെ ട്രയാങ്കിൾ ലോ നമുക്ക് പറയാൻ പറ്റും ആർ എ വെക്ടർ പ്ലസ് ആർ ബി വിത്ത് റെസ്പെക്ട് ടു എ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബി എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി വിത്ത് റെസ്പെക്ട് ടു എ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബി മൈനസ് ആർ എ വെക്ടർ. അതായത് ഞാൻ വായിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും, എഴുതി നോക്കിക്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അപ്പോൾ ഇതിന് ഞാൻ പിടിച്ചൊന്ന് ടൈമിന് അനുസരിച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം എന്താ കിട്ടുക, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. ഈ ഇക്വേഷനാണ് കംപ്ലീറ്റ് റിലേറ്റീവ് മോഷൻ്റെ ഒരു ഫാദർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ അപ്പുറം ഒന്നുമില്ല, ഇത് തന്നെയാണ്. ഇതിനൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താ, ആക്സലേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലേഷൻ ഓഫ് ബി. വളരെ സിമ്പിൾ അല്ലേ, ആക്സലേഷൻ ഓഫ് ഇ ബി മൈനസ് ആക്സലേഷൻ ഓഫ് എ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓക്കെ ഈ ഇക്വേഷനൊക്കെ സെറ്റ് തന്നെയാണ്, പക്ഷേ ഒരു ഫീൽ വരുന്നില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ റിലേറ്റീവ് മോഷനിൽ ഒരു 90 to 95% ക്വസ്റ്റ്യൻസ് നമുക്ക് ഫീൽ വരില്ല. പക്ഷേ ഇവിടെ നമുക്ക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസിനെ വളരെ സിമ്പിളായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കുറച്ച് ഫീൽ വരുന്ന ടൈപ്പ് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ബി 16 മീറ്റർ/സെക്കൻഡ് ഇങ്ങനെ പോകുന്നുണ്ട്, എ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ അടുത്ത വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഓഫ് എ. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 16 ഐ ക്യാപ്, ബിയുടെ വെലോസിറ്റി ഐ ക്യാപ് മൈനസ് ഇവൻ്റെ വെലോസിറ്റി അതന്നെയല്ലേ 10 ഐ ക്യാപ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് 6 ഐ ക്യാപ്പ് ആണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്താണ് അല്ലേ, ഈ പറഞ്ഞ വിത്ത് റെസ്പെക്ട് എന്ന് ചോദിക്കുക. അതിന് മീനിങ് എന്താ, അതിന് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ നിന്ന് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് വെച്ചാൽ ഞാൻ എയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കും, അല്ലെങ്കിൽ എയുടെ തലയിൽ ഞാൻ പോയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിലൂടെ എന്താ കാണാൻ പറ്റുന്നത്, എയുടെ കണ്ണിലൂടെ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബി എന്ന് പറഞ്ഞ മനുഷ്യന് 6 മീറ്റർ/സെക്കൻഡിൽ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഐ ക്യാപ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട് എന്നാണ് എയുടെ കണ്ണിലൂടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എന്നുള്ള സംഭവത്തിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണോ ബാക്കിയുള്ള സാധനങ്ങളുടെ മോഷന് നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. അത്രയുള്ള വിത്ത് റെസ്പെക്റ്റിൻ്റെ അർത്ഥം. അപ്പം റിലേറ്റീവ് ആണ് ഓരോന്നും അല്ലേ. ഇനി കുറച്ച് എന്താണ് വേറെ ഡിഫറെൻറ്റ് നോക്കാം. ഏതാണ് നമുക്ക് ഇത് നോക്കാം. ഈ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എങ്ങനെ നടത്താം. വെലോസിറ്റി ഓഫ് ദ ബി ദാറ്റ് ഈസ് 16 ഐ ക്യാപ്പ് മൈനസ് വെലോസിറ്റി ഓഫ് ദ എ that is minus 10 ഐ ക്യാപ് ദാറ്റ് ഈസ് ഈക്വൽ ടു 26 ഐ ക്യാപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനെ സംബന്ധിച്ചിട്ട് ഈ ബി എങ്ങോട്ടേക്കാണ് പോകുന്നത്, 26 ഐ ക്യാപ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇക്വേഷൻ പ്രകാരം തന്നെ കറക്റ്റ് അല്ലേ, കറക്റ്റാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് വെലോസിറ്റി ഓഫ് ഓരോ റെസ്പെക്റ്റുകൾ കണ്ടെത്താം. നമുക്കറിയാം ഡയറക്റ്റ് ഇക്വേഷൻ വെലോസിറ്റി ഓഫ് സി മൈനസ് വെലോസിറ്റി ഓഫ് ബി ഡൺ വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. അപ്പോൾ വായിക്കാൻ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്നുള്ള പേരായിരിക്കും. ഈ ഒരു സാധനത്തിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു എന്നാണ്. ഓക്കെ, ആ ഒരു സ്ലാഷിൻ്റെ. അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ കണ്ടെത്തി. ഓക്കെ ശരി, അപ്പോൾ നമുക്ക് മനസ്സിലായി വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. ഈ ഇക്വേഷൻ ഞാൻ കുറേ നേരം പറയുന്നത്, ഒരു 10-15 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ വെലോസിറ്റി ഉണ്ടല്ലോ അത് ആരുമായിട്ട് റെസ്പെക്റ്റഡ് ആണെന്നല്ലേ, അതൊരു ഡൗട്ട് ഉണ്ടാവില്ല. ശരിക്കും ഈ പറഞ്ഞ വെലോസിറ്റി നമ്മൾ പറഞ്ഞു ഒരു വെലോസിറ്റി ആക്ച്വലി അബ്സല്യൂട്ട് അല്ല, അതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രെയിം ഓഫ് റെഫറൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് വെലോസിറ്റി, മോഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ വെലോസിറ്റി ആരുമായിട്ട് റെസ്പെക്റ്റിലാണ്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം അത് ഗ്രൗണ്ടുമായിട്ട് റെസ്പെക്റ്റുള്ള വെലോസിറ്റിയാണെന്ന് പറയാൻ പറ്റും. ഗ്രൗണ്ട് റെസ്റ്റിലായതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ടിനെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കാമല്ലോ. ശരി, അപ്പോൾ അത് ഗ്രൗണ്ടായിട്ട് റെസ്പെക്റ്റ് ആയിട്ടുള്ള വെലോസിറ്റിയാണെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ആരുടെ റെസ്പെക്റ്റ് എടുത്തു കഴിഞ്ഞാലും അത് കുഴപ്പമില്ല. അപ്പോൾ എനിക്കെങ്ങനെ പറയാൻ പറ്റും, അതെങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടാവും. ഞാൻ പറയും വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു എന്തോ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ടുള്ള സി മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എന്തോ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാം, കുഴപ്പമില്ല. സെയിം ഉത്തരം തന്നെ കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൽ ഇവിടെ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അല്ലേ, അപ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സി അറിയാം, ഇതറിയാം. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി അറിയാം, അതും അറിയാം. മൈനസ് ചെയ്തൊക്കെ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി തന്നെ കിട്ടും. ഇവിടുന്ന് കിട്ടുന്ന അതേ വാല്യൂ തന്നെ നമുക്ക് കിട്ടും, റൈറ്റ്. സോ ഈ പറഞ്ഞ ഇക്വേഷൻ കംപ്ലീറ്റ്ലി ഫ്രെയിം ഓഫ് റെഫറൻസിന് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിളാണ്, ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാറ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്താ പറയുന്നത്, വെലോസിറ്റി ഓഫ് ദി ആക്സലറേഷൻ ഓഫ് കാറാണ്. Okay, acceleration of car with respect to particles. So acceleration of the car that is 4 I cap minus acceleration of the particle that is minus 10 j cap. So plus ആവും 10 j cap. ഇതാണ് acceleration of the particle acceleration of the car with respect to particle. അപ്പോൾ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ഈ കാർ ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്തത് മെയിൻ നമ്മൾ ഭാഗത്തിലേക്ക് എത്താൻ പോവാണ്. ഓക്കെ, എ ബി ഇങ്ങോട്ട് പോകുന്നുണ്ട്. ബി എന്താ വെലോസിറ്റി ഓഫ് ദ ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടെത്താൻ. എന്താണ് വളരെ സിമ്പിൾ അല്ലേ വെലോസിറ്റി ഓഫ് ദ ബി. എന്താണ് വെലോസിറ്റി ഓഫ് ദി ബി that is 10 root 3
ജെ ക്യാപ്പ് ആണോ മൈനസ് ജെ ക്യാപ്പ് മൈനസ് വെലോസിറ്റി ഓഫ് എ ദാറ്റ് ഈസ് 10 ഐ ക്യാപ്പ്. സോ 10 ഐ ക്യാപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എനെ സംബന്ധിച്ച് ബി ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതെങ്ങനെയാണ് പോകുന്നത് നോക്കുന്ന വെക്ടേഴ്സ് നമുക്ക് വരക്കാൻ അറിയാം. വെക്ടേഴ്സ് എങ്ങനെയാണ് താഴോട്ടേക്ക് 10√3 ഇടത്തോട്ടേക്ക് 10 ഇങ്ങനെയല്ല വരക്കാൻ. ഓക്കെ, ഈ പറഞ്ഞ വെക്ടർ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്രയാണ് ടാൻ തീറ്റ ഈസ് ഈക്വൽ നമുക്ക് 10 ഡിവൈഡഡ് ബൈ 10√3 എന്നൊക്കെ പറയാം. ദാറ്റ് മീൻസ് 1/√3. സോ ഈ പറഞ്ഞ ആംഗിൾ ദാറ്റ് ഈസ് 60 എന്നൊക്കെ പറയാം. ഒക്കെ കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇയാളെ വെലോസിറ്റി ഓഫ് ദ എ വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് എ ഒന്ന് നമ്മൾ കറക്റ്റ് ഐ ക്യാബും ജെ ക്യാബ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞാൻ കോസ് 10√3 കോസ് തീറ്റ 45 എടുക്കും. അപ്പോൾ നമുക്ക് 10 ഐ ക്യാപ്പ് പ്ലസ് മൈനസ് 10 ജെ ക്യാപ്പ് താഴോട്ടേക്കും ഉണ്ടാവും ഒരു റിസോൾവ് ചെയ്താൽ. അത് മൈനസ് വെലോസിറ്റി ഓഫ് ബി ദാറ്റ് ഈസ് ഓൺലി 10 ഐ ക്യാപ്പ്. സോ എന്നിട്ടും 10 ഐ ക്യാപ്പ് ഇത് പോയി, പിന്നെ ആകെ -10 ജെ ക്യാപ്പേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പം -10 ജെ ക്യാപ്പ് ആയിരിക്കും. അപ്പം എന്താണ് ഈ പറഞ്ഞ ബീനെ സംബന്ധിച്ചിട്ട് എന്താണ് എയുടെ വെലോസിറ്റി താഴോട്ടേക്ക് -10 ജെ ക്യാപ്പ് മാത്രമേ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ഓരോന്നിൻ്റെയും വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സലേഷൻ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. ഗുഡ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്താണ് ഇനീഷ്യലായിട്ടുള്ള വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പറഞ്ഞ വെലോസിറ്റീനെ റിസോൾവ് ചെയ്യുക ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ഡയറക്ഷനിലേക്ക്. എന്നിട്ട് ആ വെക്ടേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും വെലോസിറ്റി ഓഫ് എ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ബി നമുക്ക് കിട്ടും ഇനീഷ്യലായിട്ടുള്ളത്. നമ്മളോട് ചോദിക്കുകയാണ് ടൈം 5 സെക്കൻഡ്സിൽ നമ്മളോട് ചോദിക്കുകയാണ് ഓക്കെ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കണ്ടെത്താൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഇനീഷ്യൽ ആക്സലേഷൻ ഒന്ന് കണ്ടെത്തി നോക്കാം. ഏത് ആക്സലേഷൻ? നമ്മളിപ്പം ആക്സലേഷൻ കണ്ടെത്തുമ്പോൾ നമ്മൾ സാധാ ആക്സലേഷൻ അല്ല കണ്ടെത്താൻ മതി. ഇനി വിത്ത് റെസ്പെക്ട് ടു എന്നാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എന്നുള്ള സംഭവത്തിൽ നമുക്ക് എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ സ്ക്വയർ ഉപയോഗിക്കാം, വി ഇസിക്കൽ യു പ്ലസ് എ ടി ഉപയോഗിക്കാം, വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ പ്ലസ് യു എസ് ഉപയോഗിക്കാം. അവിടെയൊക്കെ നമുക്ക് വിത്ത് റെസ്പെക്റ്റൂടെ ക്വസ്റ്റ്യൻസിൽ വിത്ത് റെസ്പെക്ട് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കുന്ന നോക്കിക്കോ. ആക്സലേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ചോദിക്കുന്നുണ്ടെങ്കിൽ ആക്സലേഷൻ ഓഫ് എ മുകളിലോട്ടേക്ക് 10 ജെ ക്യാപ്പ് മൈനസ് ആക്സലേഷൻ ഓഫ് ബി അടുത്തേക്കാം. ഇതിനെ ഒന്ന് റിസോൾവ് ചെയ്യാം. അപ്പോൾ റിസോൾവ് ചെയ്ത ടോട്ടലായിട്ട് നമുക്ക് ആക്സലേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കിട്ടാൻ 10 ഐ ക്യാപ്പ് ആയിരിക്കും, -10 ഐ ക്യാപ്പ്. ദാറ്റ് മീൻസ് ദിസ് ആക്സലേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 5. അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അറിയാം. നമ്മളോട് അടുത്ത എ വിത്ത് റെസ്പെക്ട് ടു ബി നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എ വിത്ത് റെസ്പെക്ട് ടു ബി അറിയാം, ആക്സലേഷൻ എ വിത്ത് റെസ്പെക്ട് ടു ബി അറിയാം, ടൈം 5 അറിയാം. അപ്പോൾ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കിട്ടും. ഒന്നും കുഴപ്പമില്ല, ഫിസിക്കൽ യു ടി പ്ലസ് ഹാഫ് ഇട്ട് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കാര്യം മനസ്സിലായി. അടുത്ത നമ്മളെ റെയിൻമാൻ പ്രോബ്ലംസ് നോക്കാം. റെയിൻ താഴോട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് പോലും. ശരി, ഓക്കെ 10√3. അപ്പോൾ നമ്മൾ ആദ്യം വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ മെയിൻ ഈ പറഞ്ഞ ആൾ ഏത് ഡയറക്ഷനാണ് അംബ്രലേനെ ഇങ്ങനെ പിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞ ഇയാളിങ്ങനെ ഓടുന്നുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പോൾ നമ്മളോട് ചോദിക്കും ഇവിടെ മനുഷ്യ നിങ്ങൾക്ക് ഈ പറഞ്ഞ മഴ എങ്ങനെയാണ് തോന്നുന്നത്, നിങ്ങളെ പെർസ്പെക്റ്റീവിൽ മഴയുടെ വെലോസിറ്റി എങ്ങനെയുള്ളതെന്ന്. ദാറ്റ് മീൻസ് എന്താ വേണ്ടത്, ഈ ചങ്ങായിയുടെ പെർസ്പെക്റ്റീവിൽ മഴയുടെ വെലോസിറ്റി നമുക്ക് കിട്ടണം. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ദി റെയിൻ ദാറ്റ് ഈസ് 10√3 മൈനസ് 10√3 ജെ ക്യാപ്പ് മൈനസ് മാൻ്റെ വെലോസിറ്റി ദാറ്റ് ഈസ് 10 ഐ ക്യാപ്പ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിട്ട് എഴുതിയിട്ടുള്ളത് ഈ പറഞ്ഞ മാനെ സംബന്ധിച്ചിട്ട് വെലോസിറ്റി ഇങ്ങനെയാണ് ഉള്ളതെന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. ശരി, അപ്പോൾ മാനത് ഇവിടെ നിൽക്കണം. ഇയാളെ ഈ പറഞ്ഞ ആംഗിൾ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഈക്വൽ റൈറ്റ്. അപ്പോൾ ഈ ഒരു തീറ്റ എന്ന് കിട്ടിയാൽ മതി, അതാണ് ആംഗിൾ. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെയാണ് വെലോസിറ്റി തോന്നുന്നത്, നെറ്റ് വെലോസിറ്റി ഇങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നെറ്റ് വെലോസിറ്റി നമ്മൾ വരച്ചു. ആ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആൽഫ. സോ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും എന്താണ് 10√3 tan alpha is equal to 10√3 divided by 10 that is equal to √3. So tan alpha is √3. So angle is 60 degree. So ആ 60 degree എന്ന് പറഞ്ഞാൽ ഉത്തരം. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ വേണം ചോദിക്കാം, എന്താ ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ആ രീതിയിൽ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ് വാട്ട് സ്പീഡ് ഷുഡ് ദി മാൻ ഇൻക്രീസ്. എത്ര സ്പീഡ് ഇപ്പം മാൻ 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് പോകുന്നത്. സോ ദാറ്റ് ദി റെയിൻ അപ്പിയേഴ്സ് ടു ഫോൾ വെർട്ടിക്കലി ഡൗൺ ആക്സലേഷൻ ടു ഹിം. അപ്പോൾ ഈ സംഭവിച്ചു കഴിഞ്ഞാൽ മാനെ സംബന്ധിച്ചിട്ട് താഴോട്ടേക്ക് ആക്സലറേഷൻ വീഴണം എന്നാണ് ഉള്ളത്. സോ അവർ ചോദിക്കുന്നത് വെച്ചാൽ മാനെ സംബന്ധിച്ച് താഴോട്ടേക്ക് ആക്സലറേഷൻ വരണമെങ്കിൽ മാൻ തൻ്റെ വെലോസിറ്റിയിൽ നിന്ന് എത്ര കൂട്ടേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ 6 മീറ്റർ പെർ സെക്കൻഡ് ആണുള്ളത്. ഞാൻ ഈ ആക്സലറേഷനെ വെലോസിറ്റീനെ എന്ത് ചെയ്ത് സോറി ആക്സലറേഷൻ കേട്ടോ നേരത്തെ പറഞ്ഞ വെലോസിറ്റി. സോ വെലോസിറ്റി ഇവിടെ 10 താഴോട്ടേക്ക് 10 അതാണ് 10√3.
റൈറ്റ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, മനുഷ്യൻ്റെ വെലോസിറ്റി അതെന്താ 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാനത് 6 മാറ്റുകയാണ്, എന്തോ ഒരു വെലോസിറ്റി എന്ന് പറയാം, വി എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ മനുഷ്യൻ്റെ വെലോസിറ്റി എനിക്കെന്താ വേണ്ടത്? ഞാൻ പറയും വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 അല്ല, ഞാൻ പറഞ്ഞത് അതെന്തോ വി ആണ്. സോ വി ഐ ക്യാപ്പ് മൈനസ് 10 ഐ ക്യാപ്പ്, താഴോട്ടേക്ക് മൈനസ് ആൻഡ് പ്ലസ്. അപ്പോൾ മാനെ സംബന്ധിച്ച് അപ്പോൾ ആദ്യത്തെ വെലോസിറ്റി നമ്മൾ ഇവരെ എടുക്കേണ്ടത് റെയിൻ്റെ. സോ നമുക്കറിയാം 10 ഐ ക്യാപ്പ് മൈനസ് 10 ജെ ക്യാപ്പ് മൈനസ് മാൻ്റെ വെലോസിറ്റി വി ഐ ക്യാപ്പ്. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ താഴോട്ടേക്ക് മാത്രം എന്ത് വേണം? വെലോസിറ്റി വേണം. ആരെ സംബന്ധിച്ചിട്ട്? മാനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ റെയിൻ്റെ വെലോസിറ്റി താഴോട്ടാവണം. അപ്പോൾ മാനെ സംബന്ധിച്ച് വെലോസിറ്റി നമ്മൾ ഇവിടെ കണ്ടെത്തിയത്, അപ്പോൾ താഴോട്ട് മാത്രം വേണം. ദാറ്റ് മീൻസ് 10 ജെ ക്യാപ്പ് മാത്രമേ പാടുള്ളൂ. അപ്പം ഐ ക്യാപ്പിൽ എല്ലാ സാധനങ്ങളും ഒഴിവാക്കി കിട്ടും. ദാറ്റ് മീൻസ് ഈ വി എന്ന് പറയുന്ന സാധനം 10 ഐ ക്യാപ്പ് മൈനസ് വി ഐ ക്യാപ്പ്, ഇത് ഐ ക്യാപ്പ് അല്ല വി ഐ ക്യാപ്പ്, അതങ്ങനെ ക്യാൻസൽ ആവണം. ദാറ്റ് മീൻസ് വി ഈസ് ഈക്വൽ ടു 10 ആയിരിക്കണം. വി എന്ന് പറഞ്ഞാൽ ആക്ച്വലി 10 ആയിരിക്കണം. വി 10 ആയിരിക്കണം. അപ്പം ഇനീഷ്യലി 6 ആയിരുന്നു ഉണ്ടായത്. സോ 6ന് എത്ര കൂട്ടേണ്ടി വരുമായിരുന്നു? 4 മീറ്റർ പെർ സെക്കൻഡ് കൂട്ടണം. സോ 10 മീറ്റർ പെർ. സോ ആൻസർ 4 ആണ്. ഇത്രയേ ഉള്ളൂ. പിന്നെന്താണ്? ഒരു ട്രെയിൻ ഉണ്ട്, ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. പിന്നെന്താ? ഒരു ഏതൊരു സൈഡിൽ ഒരു ബേർഡ് ഉണ്ട്. ഓക്കെ, ദ ബേർഡ് ഇവിടെ ഉണ്ട്. ബേർഡ് താഴോട്ടേക്ക് 10√3 മീറ്റർ പെർ സെക്കൻഡ് താഴോട്ടേക്കാണ് പോകുന്നത്. എന്താണ്? വെലോസിറ്റി ഓഫ് ദി ബേർഡ് വിത്ത് ഒബ്സർവ്ഡ് ബൈ മാൻ. വെലോസിറ്റി ഓഫ് ദി ബേർഡ് ഒബ്സർവ്ഡ് ബൈ മാൻ, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദി ബേർഡ് വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയാം. സോ വെലോസിറ്റി ഓഫ് ദി ബേർഡ് ദാറ്റ് ഈസ് 10√3 മൈനസ് ജെ ക്യാപ്പ് മൈനസ് വെലോസിറ്റി ഓഫ് ദി മാൻ ദാറ്റ് ഈസ് 10 ഐ ക്യാപ്പ്. ഉത്തരായി, ഡൺ. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഈ പറഞ്ഞ വെക്ടർ ഉണ്ടല്ലോ, വെലോസിറ്റി ഓഫ് ദി ബേർഡ് വിത്ത് റെസ്പെക്ട് ടു മാൻ, അത് നമുക്കൊന്ന് വെക്ടർ ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഈ രീതിയിൽ വരക്കാം. അപ്പോൾ ആ ഒരു ആംഗിൾ വേണം കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെസ്റ്റ് സൗത്ത് ഡയറക്ഷൻ ഒക്കെ കിട്ടും. അപ്പോൾ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ദ വെലോസിറ്റി that is with the velocity of the bird with respect to man is at the direction 60 degree south from west എന്ന് പറയാം, 60 ഡിഗ്രി സൗത്ത് ഓഫ് വെസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടും. ഈ ഫ്ലാഗ് ലെവൽ ക്വസ്റ്റ്യൻ, ഫ്ലാഗിൻ്റെ ക്വസ്റ്റ്യനാണ് സെയിം പരിപാടി. നമ്മൾ മറ്റേ റെയിൻമാൻ പ്രോബ്ലം പോലെ തന്നെ ഫ്ലാഗ് അയാളെ ഏത് രീതിയിൽ പിടിക്കണം, ഇൻ വിച്ച് ഡയറക്ഷൻ ഫ്ലാഗ് വിൽ ഫ്ലട്ടറിങ്. അപ്പോൾ ഫ്ലാഗ് എവിടത്തേക്കാണ് പറന്നു പോയെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എന്താണ് അവിടെ എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് വിൻഡ്. ഇവിടെ ഇതുണ്ടാവില്ലേ, കാറ്റുണ്ടാവും. എങ്ങോട്ടേക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടായാലും കാറ്റുണ്ടാവും. സോ നമുക്ക് പറയാം വെലോസിറ്റി ഓഫ് ദി വിൻഡ് വിത്ത് റെസ്പെക്ട് ടു മാൻ. ഓക്കെ, ആ ഒരു ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവും ഫ്ലാഗ് മൂവ് ചെയ്യാൻ. കാരണം വെച്ചാൽ ഫ്ലാഗ് എന്താണ് വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ്. ടോട്ടൽ നെറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ എന്താ പറയുക വെലോസിറ്റി ഓഫ് ദി വിൻഡ് വിത്ത് റെസ്പെക്ട് ടു മാൻ്റെ അതേ ഡയറക്ഷനിൽ ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞ ഇതുണ്ടല്ലോ എന്താ പറയുക അംബ്രല്ല പിടിക്കുന്ന ആൾ. അംബ്രല്ല എങ്ങനെ പിടിക്കാൻ? ആ മഴ എങ്ങോട്ടേക്കാണോ വീഴുന്നത് ആ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് അംബ്രല്ല മാന് പിടിക്കാൻ അല്ലേ. അതുകൊണ്ട് നമ്മൾ മഴ ഈ പറഞ്ഞ അംബ്രല്ല മാന് അനുസരിച്ചിട്ട് ഏത് വെലോസിറ്റി ഏത് ഡയറക്ഷനിൽ വരുന്നത് നമ്മൾ ആദ്യം കണ്ടെത്തിയത്. അതാണ് നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദി റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. അങ്ങനെ അത് മഴയുടെ റിലേറ്റീവ് ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടെത്തിയിട്ട് ആ മാൻ നമ്മൾ അങ്ങനെ കൊടുക്കുക. മാനിന് ഇങ്ങനെ അംബ്രല്ല കൊടുക്കുന്ന രീതിയിൽ ആ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതും അതേ പരിപാടി തന്നെയാണ്. പിന്നെ എന്താണ്? 2 പാർട്ടിക്കിൾസിൻ്റെ V1 V2 പിന്നെ തീറ്റ ആംഗിളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ പറഞ്ഞ 2 പാർട്ടിക്കിൾസും എയറിലാകുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ? നമുക്കൊരു കാര്യം അറിയാം. ഈ പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഈസ് താഴോട്ടാണ്. ഈ പാർട്ടിക്കിളും സ്വാഭാവികമായിട്ട് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടേക്കാണ് ആണല്ലോ. അപ്പോൾ 2 പേർ എയറിൽ ഉണ്ടാകുന്ന കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആക്സലേഷൻ ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2. ദാറ്റ് മീൻസ് ആക്സലേഷൻ ഓഫ് 1 മൈനസ് ആക്സലേഷൻ ഓഫ് 2. അതെന്ന് പറഞ്ഞാൽ ജി രണ്ടും ക്യാൻസൽ ആയിപ്പോൾ 0. ദാറ്റ് മീൻസ് എന്താണ് പറയുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആക്സലേഷൻ ഓഫ് 1 വിത്ത് റെസ്പെക്ട് ആക്സലേഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിട്ട് രണ്ടാമത്തെ പാർട്ടിക്കിളിന് ഒരു ആക്സലേഷനും ഇല്ല എന്നാണ്. ദാറ്റ് മീൻസ് ഒന്നാമത്തെ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിട്ടുള്ള രണ്ടാമത്തെ പാർട്ടിക്കിളുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വെലോസിറ്റി ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2 ദാറ്റ് ഷുഡ് ബി കോൺസ്റ്റൻറ്റ് ബിക്കോസ് ആക്സലേഷൻ ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2 ഈസ് 0 അല്ലേ. ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് ആണ്. ഈ പറഞ്ഞ ചങ്ങായിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ചങ്ങായി വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു സംഭവം വെലോസിറ്റി കോൺസ്റ്റൻ്റ് പോകുന്നത്, വെലോസിറ്റിയാണ് കോൺസ്റ്റൻ്റ്, സ്പീഡല്ല. ദാറ്റ് മീൻസ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അയാളുടെ ഡയറക്ഷൻ എല്ലാം ഒരു ഡയറക്ഷനും റിട്ടൈൻഡ് ആവണം, അതേപോലെ ആക്സലേഷനും റിട്ടൈൻഡ് ആവണം, അല്ല ഡയറക്ഷൻ റിട്ടൈൻഡ് ആവണം, അതേപോലെ മാഗ്നിറ്റ്യൂഡ് റിട്ടൈൻഡ് ആവണം. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ചങ്ങായിക്ക് സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ ചങ്ങായി വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞ ചങ്ങായിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ചങ്ങായി എങ്ങനെയാണ് പോകുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത് കാര്യം മനസ്സിലാക്കുക. ഈവൻ തോ റിയൽ ലൈഫിൽ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ ചങ്ങായി ഒരു പ്രൊജക്ടൈലാണെങ്കിൽ പോകുന്നത് പോലും ഈ പറഞ്ഞ ചങ്ങായിൻ്റെ അപ്പുറം തന്നെ ആരും ഉണ്ടാവും, ഈ പറഞ്ഞ ചങ്ങായി ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ചങ്ങായിക്ക് കംപ്ലീറ്റ് ഇയാൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്ന പോലെ തോന്നും. ഓക്കെ,
ഇവിടെ നിന്ന് ചോദിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ അറ്റ് ടൈം ടി ഇസിക്കൽ 0 വെലോസിറ്റി ഓഫ് പി ഈ പറഞ്ഞ പാർട്ടിക്കൽ വിത്ത് റെസ്പെക്ട് ടു ഗുബാര. അപ്പോൾ വെലോ എന്ത് ചെയ്യുക, സിമ്പിൾ വെലോസിറ്റി ഓഫ് ദി പി ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിസോൾവ് ചെയ്യുക. അത് മൈനസ് ഇവൻ്റെ വെലോസിറ്റി ഇവനൊന്ന് റിസോൾവ് ചെയ്യുക, 100 റിസോൾവ് ചെയ്യുക, അത് മൈനസ് ഇത് ചെയ്താൽ മതി, വളരെ സിമ്പിൾ. ആക്സലേഷൻ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ഗുബാര. അപ്പോൾ എന്താണ് ഇവനെന്ത് ഇനീഷ്യൽ ആക്സലേഷൻ ദാറ്റ് ഈസ് ജി. ഓക്കെ, ഇവൻ്റെ ആക്സലേഷൻ ഓൾറെഡി ഇവിടെ ഗിവൺ ആണ് 5 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും 10 - 10 ജെ ക്യാപ് ഇവന് മോളിലോട്ടേക്കാണ്. സോ -5 ജെ ക്യാപ് എന്ന് പറയാൻ. സോ -15 ജെ ക്യാപ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഡൗട്ട് ഉണ്ടാവും ഇവനക്ക് എന്ത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ലെന്ന്. ആ ഒരു കംപ്ലീറ്റ് ആക്സലേഷൻ ഇവനെ സംബന്ധിച്ചിട്ട് വരുന്ന നല്ല ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയാലും ഏത് ആക്സലേഷൻസ് ആയാലും അതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു നെറ്റ് ആക്സലേഷൻ ആണ് ഈ പറഞ്ഞ ഗുബാറിൻ്റെ ദാറ്റ് ഈസ് 5 എന്ന് തന്നിട്ടുള്ളത്. ഗുബാര എന്ന് പറഞ്ഞാൽ മേ ബി ബലൂൺ ആയിരിക്കും, എന്താ അറിയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടി ട്വിസ്റ്റിയാണ്. അവർ പറയാണ് എന്താണ് ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഗുബാര വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഗുബാര അല്ലെങ്കിൽ എന്താ ഓക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഗുബാര വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾ കണ്ടെത്താൻ പറയാണ്. ഏത് ടൈം എന്ന് പറഞ്ഞാൽ നിലത്ത് എത്തുന്ന ടൈമിൽ. അപ്പോൾ ആ ടൈം കണ്ടെത്താൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ അല്ല, നമ്മൾ ഇവിടെയുള്ള വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്, അത് എത്രയാണ്, ദാറ്റ് ഈസ് ഇനിയിപ്പം ഓക്കെ ദാറ്റ് ഈസ് 60 ജെ ക്യാപ്പാണ്. സോ ഇവിടെ നമ്മൾ നോർമൽ കൈനറ്റിക്സിൻ്റെ സവാലാണ് അല്ലേ. നമ്മൾ മുകളിലോട്ടേക്ക് ഒരു ബോളറിന് നമ്മൾ പറയും -320 = ut ദാറ്റ് ഈസ് 60 t -12 gt². അല്ലെങ്കിൽ ബോൾ മുകളിലോട്ടേക്ക് മാത്രം വെർട്ടിക്കൽ വെലോസിറ്റി മാത്രം പറഞ്ഞാൽ താഴോട്ടേക്ക് എത്തുന്ന പോയിന്റ്. സോ ഈ പറഞ്ഞ ടൈം കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ 16 സെക്കൻഡ്സ് ആണ്. ആ 16 സെക്കൻഡ് കിട്ടിയല്ലോ, നമുക്ക് എന്താ അറിയാം, ഇനീഷ്യൽ ആക്സലറേഷൻ ഓഫ് ഗുബാര വിത്ത് റെസ്പെക്ട് ടു ഇതറിയാം, ഈ പറഞ്ഞ പാർട്ടിക്കിൾ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഗുബാര വിത്ത് റെസ്പെക്ട് ടു ഈ പാർട്ടിക്കിൾ അറിയാം. സോ s = ut + ½ at² അപ്ലൈ ചെയ്യാം. അപ്പം s ഓഫ് ഗുബാര വിത്ത് റെസ്പെക്ട് ടു ആക്സലേഷൻ ദാറ്റ് ഈസ് ഇക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഗുബാര വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾ ടൈം 16 -½ എന്താണ് ആക്സലേഷൻ ഓഫ് ഗുബാര വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾ ഇൻറ്റു ടൈം². അത് കണ്ടെത്തിന് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഗുബാര വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിളും കിട്ടും. ഇതാണ് പരിപാടി, ഇത്രയേ ഉള്ളൂ. റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഉള്ളൂ, കഴിഞ്ഞു. അല്ല ഇനി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കണം.